ഹലോ ഗൈസ്. സോ ഇന്ന് നമ്മൾ വേറൊരു ഡിഫറെൻറ്റ് മണ്ഡല പോലത്തെ ഒരു ആർട്ടാണ് ചെയ്യുന്നത്. ഐ തോട്ട് ഇതിൽ കൂടെ നമ്മളൊരു ഹാഫ് ഗ്രിഡ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നും കൂടെ പഠിക്കും കേട്ടോ. സോ ഞാനിപ്പോൾ എൻ്റെ പേജ് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറിയ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ചെറുതല്ല, ഒരു മീഡിയം സ്മോൾ ആയിട്ടുള്ളത്. സോ ഐ ഹാവ് മൈ സ്കെയിൽ. അതിൻ്റെ മിഡിൽ ഞാൻ ഒരു 10 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കും. ഇറ്റ്സ് ജസ്റ്റ് 10 സെൻറ്റിമീറ്റർ ഹാഫ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഹാഫിൻ്റെ അവിടെ നിന്ന് ഞാൻ സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, കറക്റ്റ് ഹാഫ് മെഷർ എടുത്തു. ഹാഫ് മെഷർ എടുത്തിട്ട് ഐ എം ജസ്റ്റ് ഡ്രോയിങ് സർക്കിൾ. ദിസ് ഈസ് ദ റൈറ്റ് സൈഡ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുണ്ട്. അതായിരിക്കും നമ്മൾ നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ മാർക്കിങ്സ് ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്യുകയാണ്. ഒന്ന്, ഇവിടെ കറക്റ്റ് കേട്ടോ, എൻ്റെ സ്കെയിൽ ഇസ് ലിറ്റിൽ ലോങ്കർ, സോ ഐ എം ജസ്റ്റ് ഗോണ ടേക്ക് എ ഡിഫറെൻറ്റ് മെഷർ. ഓക്കെ, ഇനി 1 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴേക്ക് നമ്മൾ ഒരു കറക്റ്റ് 1 സെൻറ്റിമീറ്റർ തന്നെ വീണ്ടും താഴേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പോൾ ഇത് 9 സെൻറ്റിമീറ്റർ, 9 അല്ല 8 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാവും. കറക്റ്റ് 8 ഉണ്ട്. അവിടെയും നമ്മൾ വീണ്ടും ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ താഴേക്ക് 1 സെൻറ്റിമീറ്റർ, ഇവിടേക്കും 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ എൻഡ്സ് തമ്മിൽ മാർക്ക് ചെയ്തു. വീണ്ടും ഇവിടെ 1 സെൻറ്റിമീറ്റർ, താഴേക്ക്. അങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് വരുന്നത് വരെ കേട്ടോ. നമ്മൾ ത്രൂ ഔട്ട് ഇനിയും ഒരു 1 സെൻറ്റിമീറ്റേഴ്സ് കൊടുക്കും. അപ്പോൾ ആ ഒരു 1 സെൻറ്റിമീറ്റർ താഴേക്ക് ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ നമുക്ക് വന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ മിഡ് പോയിൻ്റ്, കറക്റ്റ് മിഡിൽ ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത് എടുത്തിട്ട് വീണ്ടും അവിടെ ഒരു ഇത്രയും കൊടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് താഴത്തോട്ടുള്ള സ്റ്റെപ്സ് വരയ്ക്കാനുള്ളത്. നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഗ്രിഡ് വെച്ച് വരയ്ക്കാമെന്ന്. ഗ്രിഡ് വെച്ചിട്ട് തന്നെ വരച്ച് നോക്കാം ദിസ് ടൈം. നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ സെൻറ്ററിൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ഗ്രിഡ് മാർക്ക് ചെയ്യാൻ ഞാൻ പറയണം.
സൂക്ഷിച്ച് കണ്ടോളൂ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഹാഫ് സർക്കിളിൻ്റെ ഗ്രിഡ് മതി നമുക്ക്. ഫുൾ സർക്കിളാണെങ്കിൽ 2 സൈഡും വരും. ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് ഒരു സൈഡിൽ മാത്രമേ വരുള്ളൂ. ഇതിൻ്റെ ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗത്ത്, അതായത് പകുതിയല്ല, പകുതിയെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ ഈ ഒരു മെഷർമെൻ്റ് എടുക്കുക. ഈ ഒരു മുക്കാൽ മെഷർമെൻ്റ് എടുക്കുക എത്രയാണെന്നുള്ളത്. ലെസ് ദാൻ ഹാഫ് എടുത്തിട്ട് ഈ അറ്റത്തുനിന്ന്, അതായത് നമ്മുടെ ഏറ്റവും അറ്റത്തെ പോയിന്റിൽ നിന്ന് ഒരു ആർക്കും ഈ അറ്റത്തെ പോയിന്റിൽ നിന്ന് മറ്റേ ആർക്കും കൂടെ വരയ്ക്കുക. കണ്ടോ? അപ്പം നമുക്കിവിടെ ഒരു മിഡ് പോയിന്റ് കിട്ടി. അതാണ് ഇതിൻ്റെ സെൻറ്റർ. നമുക്ക് ഗ്രിഡ് വരയ്ക്കുമ്പോൾ നമുക്ക് നിറയെ സെൻറ്ററുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ലൈറ്റ് ഇതിൻ്റെ സെൻറ്റർ കിട്ടി. ഇനി ഇതിൻ്റെ സെൻറ്റർ കാണണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ മുക്കാൽ ഭാഗത്തുനിന്ന് ഇതുവരെയുള്ള ലെങ്ത് എടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു ഗ്രിഡ് വരയ്ക്കും. അത് ഇവിടെ വെച്ചിട്ടാണ് വരയ്ക്കുക, ഇത് തെറ്റാണ്. ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് വരയ്ക്കും, ഇവിടെയും കൊണ്ട്. അപ്പം ഈ പോയിന്റ് കിട്ടി. ഇതാണ് ഇത് രണ്ടിൻ്റെയും ഗ്രിഡ്. ഞാൻ ഈ പോയിന്റ് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഇതും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കും. ഞാൻ ഒന്നുകൂടെ ഗ്രിഡ്സ് കാണിച്ചു തരാം. സപ്പോസ് ഇതിൻ്റെ രണ്ടിൻ്റെ എൻഡ് പോയിൻ്റ് ഇവിടെയും വേണം. ഇനി ഈ ലൈൻ്റെ നടുവേ നിന്നിട്ട് ഇതിൻ്റെ മോർ ദാൻ ഹാഫ് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. ഈ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഒരു ആർക്കേ വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തും കൊണ്ടുവച്ചിട്ട് അടുത്ത ആർക്ക് വരയ്ക്കുക. അപ്പം നമുക്ക് ഈ ഒരു പോയിൻ്റ് കിട്ടും, ഒരു ഹാഫ് പോയിൻ്റ് കിട്ടും. ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്ത ആ പോയിൻ്റ് ഇല്ലേ, അവിടെ നിന്ന് നമ്മൾ പതുക്കെ ഈ സെൻറ്ററിലോട്ട് ഒരു ചെറിയ ലൈൻ വരച്ചു. അപ്പോൾ ഇത് 4 ഈക്വൽ മെഷർമെൻ്റാണ്. ഇനി അതുപോലെ നമുക്ക് ഇപ്പുറത്ത് വരയ്ക്കാം. ഇപ്പുറത്ത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഇതിൻ്റെ ഇതുവരെയുള്ള മെഷർമെൻറ്റ് വരച്ചു. എന്നിട്ട് ഞാൻ ഈ അറ്റത്തെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഈ അറ്റത്തെ പോയിന്റിൽ നിന്ന് ഇതുവരെ. അപ്പോൾ ഇവിടെ എനിക്ക് മാർക്ക് കിട്ടി. കണ്ടോ? ഇതാണ് മിഡ് പോയിന്റ്. ഈ ഒരു മിഡ് പോയിന്റ് ജോയിൻ ചെയ്യേണ്ട ലൈൻ ഞാനിങ്ങനെ ജോയിൻ ചെയ്തു. ഇനി ഇതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. 4 എണ്ണം വേണമല്ലോ എനിക്ക്. അപ്പം ഞാൻ മുക്കാൽ ഭാഗത്ത് വെച്ചു. എന്നിട്ട് ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈനും കൊണ്ടുവന്നു. ഇത് രണ്ടും ഒരേ ഈക്വൽ ലെങ്ത് ആയ സ്ഥിതിക്ക് ഞാൻ ഇപ്പുറത്തൊന്നും കൂടെ കൊടുക്കണ്ട. അപ്പോൾ എനിക്ക് ലൈൻ, കാരണം ഞാൻ ഇത് ഈക്വൽ ആയിട്ടാണല്ലോ മെഷറൊക്കെ എല്ലാത്തിലും എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പോയിന്റിൽ മെഷർ ചെയ്ത് കൊടുത്തു. ഗ്രിഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ലെസൺ അടുത്തത് ഞാൻ എടുത്തു തരാം. വലിയ സർക്കിളിൽ എങ്ങനെ ഗ്രിഡ്സ് വരയ്ക്കണം എന്നുള്ളത് സെപ്പറേറ്റ് ഒരു വലിയ ഷീറ്റിൽ ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് 8 കോർണേഴ്സ് കിട്ടി. 1 2 3 4 5 6 7 8. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരയ്ക്കാൻ വരുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കേട്ടോ ഇങ്ങനത്തെ ഒരു ലൈൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഐ എം ഗോണ ടേക്ക് ദ കളർ പിങ്ക് കളർ എടുക്കുകയാണ്. പിങ്ക് കളർ എടുത്തിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ വരച്ചു കൊടുത്തു. ഇങ്ങനെ വരച്ചു. ഇനി ഞാൻ ഇതിൻ്റെ തന്നെ കളർ എടുക്കുകയാണ്. കളർ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ എക്സാക്റ്റ് പെൻസിൽ കിട്ടി. അപ്പം ഞാൻ ഇനി അത് ഇങ്ങനെ വരച്ചു. ഞാൻ ചെയ്യാൻ പോണ ഈ പെൻസിൽ ഈ അതേ കളർ കൊണ്ട് ഞാൻ ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പില്ലേ, സ്റ്റെപ്പിൽ ഞാൻ ആ ലൈൻ അങ്ങനെ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അതിന് ഈ ഒരു കളറിൽ ഷെയ്ഡ് കൊടുക്കണം. ഫുൾ ഈ ഒരു ബോക്സ് ഫുൾ ഈ ഒരു കളറിൽ ഷെയ്ഡ് ചെയ്യണം. ഞാനിങ്ങനെ സ്ലാൻഡിങ് ആയിട്ടാണ് കളർ കൊടുക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ നല്ല ഫില്ലായി വരും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പിങ്ക് കളർ എടുത്തില്ലേ, ആ പെന്നുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്കറായിട്ട് ലൈൻസ്, ഇത് കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാനൊരു ലൈൻസ് അതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അടുത്തുനിന്ന് നോക്കിയാൽ ഇവിടെ കണ്ടോ, അടുത്തുനിന്ന് നോക്കിയാൽ അവിടെ ലൈൻസ് ഉണ്ട്, പക്ഷേ ഞാൻ അതൊരു പ്രിൻ്റ് പോലെ വരാനാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണണമെന്ന് മാൻഡേറ്ററി ഇല്ല, പക്ഷെ നിങ്ങളത് കാണുന്ന രീതി ചെയ്യണം കേട്ടോ. മോർ ദാൻ അവിടെ ഒരു പ്രിൻ്റ്, ആ ഒരു ലൈന് കാണുന്നതിനെക്കാട്ടിലും നമുക്ക് അവിടെ ആ ഒരു ലൈൻ വരുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട്, ഒരു 3D ഫീല് പോലെ നേരിട്ട് കാണുമ്പോൾ. അതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഓരോരോ ടെക്നീക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഒരു ലൈറ്റായിട്ടൊരു നമ്മൾ ഈ ചുമരിലൊക്കെ നോക്കുന്ന ഒരു പ്രിൻ്റ് പോലെ കാണുന്നില്ലേ, അതുപോലെയാണ് വരേണ്ടത്. നെക്സ്റ്റ് ഞാൻ ഓറഞ്ച് കളർ എടുക്കാം. ഓറഞ്ച് കളർ എടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഗ്രിഡ് വേണം. അപ്പോൾ ഞാൻ സെൻറ്റർ പോയിൻറ്റിൽ വെച്ചു, ചെറിയൊരു നെക്സ്റ്റ് സർക്കിൾ വെച്ചു. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആർച്ചൊക്കെ ഈക്വൽ സൈസ് ആവാൻ എന്താണ്, ഇങ്ങനെ വരച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫില്ലാവുന്ന പോലെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആർച്ചുകളും എല്ലാ പെറ്റൽസും ഒരേ ലെങ്ത് ആയിരിക്കും. കണ്ടോ, കുറച്ചുകൂടെ ക്ലീനാണ് നമ്മുടെ ഡ്രോയിങ്. നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടില്ല, നമുക്ക് താഴെയും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ലൈനും കൂടെ ഇങ്ങനെ കൊടുക്കുന്നത്, അത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കേട്ടോ. ഇങ്ങനെ വരച്ചു. ഇനി ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓറഞ്ചിൻ്റെ തന്നെ സ്റ്റെപ്പ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് ഫസ്റ്റ് ലൈൻ കൊടുത്തു. ഓക്കെ, ഇനി ഐ വിൽ ഡൂ സംതിങ്. ഒരു ചേഞ്ചിന് നമുക്ക് തവണ ലൈൻസ് വരച്ചതിന് ശേഷം കളർ കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ലൈൻസായി. ലൈൻസ് ഇവിടെ ഇടയിൽ ഒരു നമ്മൾ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും ലൈൻസ് ഉണ്ട്. ഇനി ഞാൻ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കുകയാണ്. ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ കൊടുക്കുക. രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്, കണ്ടില്ലേ? ഇത് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് കളർ പെൻസിലോ ക്രയോൺസോ ആണ് ഈ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം ലൈൻസ് ഇട്ടാൽ മതി, ഉള്ളിൽ ഈ ലൈൻസ് ഇട്ടാൽ മതി. അതർവൈസ് നിങ്ങൾ ഫുൾ പെയിൻറ്റ് ചെയ്താൽ മതി. കാരണം നിങ്ങളിപ്പോൾ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ വര ഇട്ട് കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ ഒരു തവണ സ്കെച്ച് കൊണ്ടാണെങ്കിൽ ഫുൾ കളർ മാത്രം കൊടുക്കുക. ക്രയോൺസോ കളർ പെൻസിലോ ഉള്ളവർ ഇതുപോലെ ലൈൻ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫീല് വരും, ലൈനിൻ്റെ ഒരു ഫീല് വരും. ഇനി അടുത്ത ലെയറിന് നമ്മൾ ഒരു ചെറിയ ഗ്രിഡ് കൂടെ വരയ്ക്കുകയാണ്. ഇതിനൊന്നും നമ്മൾ എൻഡിൽ ലൈൻസ് ഇട്ട് പോകുന്നില്ല കേട്ടോ. നമ്മൾ ആരും ഓരോ കളർ കഴിയുമ്പോഴും ലൈനിട്ട് ക്ലോസ് ചെയ്തില്ലേ നമ്മൾ പ്രീവിയസ് ഇതിൽ പോലെ, അതുപോലെ ബ്ലാക്ക് കൊണ്ട് ഒന്നും ലൈനിട്ട് ക്ലോസ് ചെയ്യുന്നില്ല. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ഓരോ സെറ്റ് ഓഫ് ബോക്സസ് കിട്ടിയിട്ടുണ്ട്. ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെ കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ആർച്ച് പോലെ കൊണ്ടുവരിക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ സ്പൈറൽ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ മുഴുവൻ സ്ക്വയറാക്കി ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് കൊടുക്കുക. ഇതിലിങ്ങനെ വരയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വരച്ച് ഉള്ളൊരു സ്ക്വയർ വരച്ച് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം കേട്ടോ അത്. അതായത് ഫസ്റ്റ് ഈ ബോക്സ് ഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു പെറ്റൽ പോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും അടുത്തത് വരയ്ക്കുക. അതിൻ്റെ 4 സൈഡും ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്പൈറൽ വന്നിട്ട് കണ്ടോ ഇതുപോലെ കൊടുക്കുക. ഇത് ഭയങ്കര എളുപ്പമാണ് ആക്ച്വലി ചെയ്യാൻ. ആദ്യം നമ്മൾ ഈ പെറ്റൽ വരച്ച പോലെ വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരെണ്ണം കൂടെ വരയ്ക്കുക. ഉള്ളിലൊരു സ്പൈറൽ വരയ്ക്കുക. അറ്റത്തത് ഓക്കെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ സെൻറ്റർ പോർഷൻ ഇത്രയും വരച്ചു. ഇനി അടുത്ത കളർ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പാർട്ടുകൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്യണം. കാരണം എല്ലാം ഒന്ന് കുറച്ച് കണക്റ്റായി വരുന്ന കുറച്ച് ഫിഗേഴ്സ് ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഇനി ഞാൻ പേർപ്പിൾ കളർ എടുക്കാൻ പോവാണ്. പേർപ്പിൾ അല്ലെങ്കിൽ ഐ വിൽ ഗോ ഫോർ ബ്ലൂ, സ്കൈ ബ്ലൂ കളർ എടുക്കാം. ഓൾറൈറ്റ്, സ്കൈ ബ്ലൂ കളർ എടുത്തിട്ട് നമുക്ക് ഈ അറ്റങ്ങൾ വരുന്നില്ലേ ഓരോരോ ജോയിൻസ്, ആ ജോയിൻസിൽ ഇങ്ങനെ ഒരു മുട്ട് പോലെ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ബഡ് ഉണ്ടാവില്ലേ അതുപോലെ ഇത്രയാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. അതായത് ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പിൽ ഒരു ആർച്ച്, ഒരു ഡോട്ട്, അതായത് ഇങ്ങനെ വരും. ഇടയിലൊരു ഡോട്ട്, ഇവിടെ ഒരു ആർച്ച്, കുഞ്ഞതാ, അത് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഡോട്ട് ഇടണ്ട, പകരം ആർച്ച് മാത്രം ഇട്ടാൽ മതി. നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം പെൻസിൽ കൊണ്ട്. ഡോട്ട് ഇട്ടതാകെ ഞാൻ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ പകരം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു കുഞ്ഞ് ഗ്യാപ്പ്, അവിടെ ഒരു നമ്മൾ ഈ റിങ് ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നത്. റൈറ്റ്, ഇനി ഞാൻ എൻ്റെ ബ്ലൂ കളർ എടുക്കാം. ബ്ലൂ കളറിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും കൊടുക്കുന്നില്ല, പകരം ഈ ബഡ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇത്രയും കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ പിങ്ക് സ്റ്റെപ്പായി, ഓറഞ്ച് സ്റ്റെപ്പായി. അപ്പോൾ ഇനി നമുക്ക് ഒബ്വിയസ്ലി നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളർ സ്റ്റെപ്പാണ്. ഞാൻ ഗ്രീന് ബോർഡർ ഇട്ട് കൊടുക്കുകയാണ് വിത്ത് ഗ്രീൻ പെൻ. ഇത്രയും ബോർഡർ ഇട്ടു. ഇനി നമുക്ക് ലൈൻസ് ഇടണം. ഞാൻ കുറച്ചുകൂടെ നല്ല ഡാർക്കൺ ചെയ്തിട്ട് ഗ്രീൻ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നൗ നമുക്ക് ഡാർക്കർ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കണം, വിച്ച് ഇസ് വി ആർ ഒബ്വിയസ്ലി യൂസിങ് ദ പെൻസിൽ. അപ്പോൾ ആ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് കളർ കൊടുക്കണം. റിമെമ്പർ, നിങ്ങൾ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗോ ഫോർ ഓൺലി ഷെയ്ഡിങ്. ആ ലൈൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. വേറസ് ഇഫ് യു ഹാവ് കളർ പെൻസിൽ ഓർ ക്രയോൺസ്, അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു 3D എഫക്റ്റ് കൊടുക്കാൻ ലൈൻസ് ഫസ്റ്റ് കൊടുക്കണം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് പോയി. അപ്പോൾ ബ്ലൂവും കൊടുത്തു ഇവിടെ, അപ്പോൾ പാർട്ടിൽ നമ്മൾ ബ്ലൂ കൊടുത്തു, താഴെ ഗ്രീനും കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൽ I am opting for a darker blue color. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പിങ്ക് കൊണ്ട് കൊടുക്കണം. ഞാൻ ബ്ലൂ കൊടുക്കുന്നത് ഇവിടെയാണ്, ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ. അതായത് ഈ ബഡിൻ്റെ അറ്റത്തുനിന്ന് മിഡിലേക്ക് കൊണ്ടുവരിക. അവിടെ നിന്ന് ഒരു വളഞ്ഞ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ഇടുക ഫസ്റ്റ്, എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് ഇത്തിരി ഒരു വളച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാനൊക്കെ പഠിച്ചില്ലേ, ഇതതുപോലെയല്ല. ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഒരു വളവ്, ഒരിത്തിരി മണ്ണൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പെറ്റൽ. ഓക്കെ, അപ്പം അത് കണ്ടോ, എല്ലാം കണക്റ്റഡായി നിൽക്കുന്ന പോലെ കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് ഞാനൊരു പിങ്ക് കളർ, നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത പിങ്ക് കളർ തന്നെ എടുത്തു. ആ പിങ്ക് കളർ എടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ലൈൻ കൊടുക്കും. അതിന് നമ്മൾ മാർക്ക് ചെയ്ത് ആർച്ച് വരയ്ക്കൊന്നുമില്ല, ചെറിയൊരു ഗ്യാപ്പിൽ ത്രൂ ഔട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ലൈൻസ്. ഇത് സെഗ്മെൻറ്റേഷൻ ഇല്ലാത്ത മണ്ഡലയാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചത് എല്ലാത്തിനും നമ്മൾ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ബോർഡർ കൊടുക്കും, ആ ബോർഡറിൻ്റെ ഉള്ളിലാണ് പെർട്ടിക്കുലർ ഡിസൈൻ നിന്നിരുന്നത്. ഇതങ്ങനെയില്ല. ഇത് സെഗ്മെൻറ്റേഷൻ ഇല്ലാതെ നമ്മൾ ഒരു മോട്ടിഫിൽ നിന്ന് അടുത്ത മോട്ടിഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വരഞ്ഞ് പോകുന്നതിനാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയും വരച്ചു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു ലൈനും കൂടെ കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഡാർക്ക് ഗ്രീൻ ചൂസ് ചെയ്തു. അപ്പം ഡാർക്ക് ഗ്രീനിൽ വീണ്ടും ഒരു ലൈന് കൊടുക്കാം. അല്ലേ, എന്നിട്ട് ഈ പിങ്കിൽ കൊടുത്ത പോലെ തന്നെ ഡാർക്ക് ലൈനിലും നമ്മൾ കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓറഞ്ച് പെൻസിൽ എടുത്തിട്ട് ഇത്രയും ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇവിടെ വരച്ച ഒരു ആർച്ച് കിടപ്പുണ്ട്, കോമ്പസ് കൊണ്ട് ഒരു സെഗ്മെൻറ്റ് മാർക്ക് ചെയ്തിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയാസ് മാത്രം, ബാക്കിയുള്ള ഭാഗം ഞാൻ ഓറഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കാം.
ഓൾറൈറ്റ്, ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂ ആണ്. അതേ ബ്ലൂ കളർ എടുക്കുക. അതിൻ്റെ താഴെന്ന് ഒരു നടുവിൽ നിന്ന് ഇങ്ങനെ മാത്രം ഒരു സൈഡിലേക്ക് വന്നു, പിന്നെ ഒരു സൈഡിലേക്ക് വന്നു. ഇവിടെ നിന്ന് കൊണ്ടുവരിക, താഴോട്ട് ഒരു ലൈൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കൂ ഈ സാധനം. ഇത് വളരെ ചെറിയ മണ്ഡലയാണ്, പക്ഷെ കുറച്ച് ഇൻട്രിക്കേറ്റ് പ്രിൻ്റുകളാണ്. അതായത് കുറച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രിൻ്റ്. ഇതൊക്കെ സിമ്പിളാണ്. ഇതിൽ 1-2 പ്രിൻ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വരുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ മാർക്സൊക്കെ നമ്മൾ മായ്ച്ച് കളയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഓക്കെ. ഇനി നമ്മളിതിൽ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്തിരിക്കുന്ന ഒരു കളർ വിച്ച് ഇസ് ലൈറ്റ് ബ്ലൂ. ആ ലൈറ്റ് ബ്ലൂ എടുക്കണം. നമ്മൾ ആർച്ച് മാർക്ക് ചെയ്യാൻ ഇവിടെ കുറേ ലൈൻസ് വരച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ മുകളിൽ ഒരു ആർച്ച് മാത്രം വരയ്ക്കുക. അതിന് എൻഡ് പോയിൻ്റ് വേണമെന്നില്ല കേട്ടോ. ഇവിടെ അത് വേണ്ട, മുകളിൽ മാത്രം വേണ്ടി വരുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുക. അതായത് ഇതിൻ്റെ ഈ ഒരു പോയിൻ്റ് എടുക്കുക, ഏകദേശം ഒരു പോയിൻ്റ് എടുത്തിട്ട് ഇതിലോട്ടും വരയ്ക്കുക. ഇതിൻ്റെ ഒരു പോയിൻ്റ് എടുത്തു, ഇതിലോട്ടും കൊണ്ടുവന്നു. ഇതിൻ്റെ ഒരു പോയിൻ്റ് എടുത്തു, ഇതിലോട്ടും. ഇത് ഈ അറ്റത്തെ എൻഡിൽ വരില്ല. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാസൊക്കെ ഒന്ന് മായ്ച്ച് കളയണം. എക്സ്ട്രാസൊക്കെ മായ്ച്ച് കളഞ്ഞു നമ്മൾ. നമുക്ക് ബാക്കിയുള്ള താഴത്തെ 2 ലൈനും കൂടെ കൊടുക്കാം. അതിലൊരു ലൈന് ഞാൻ ലൈറ്റ് ബ്ലൂ ആണ് കളർ കൊടുക്കുന്നത്, താഴത്തത് ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഇനി ലൈൻസ് വരയ്ക്കണം. നമുക്ക് ഇത്രയും 2 ലൈനും കൂടെ വരച്ചു. ഇനി ഞാൻ ബ്ലൂ കളർ എടുക്കുകയാണ്. ബ്ലൂ കളർ പെയിൻറ് കൊടുത്തു. ഇനി ഡാർക്ക് ബ്ലൂ എടുക്കാം. അതും ഒന്ന് ഞാൻ പെയിൻറ്റ് ചെയ്യാണ്. പക്ഷേ പെൻസിലുകൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ സ്റ്റെപ്പ്. കണ്ടോ, നമുക്ക് ഇത്രയായി. ഇനി വരുന്നത് നമുക്ക് പെന്നെടുത്തിട്ടാണ് ഇനി നമ്മൾ മുകളിൽ ഉള്ള ചെയ്യാനുള്ള ഇത് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ശ്രദ്ധിച്ച് കാണുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ മിഡ് ഭാഗത്തു നിന്ന് അടുത്ത ലൈൻ കൊടുക്കുക. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ പകുതിയിൽ നിന്ന് വരയ്ക്കുക. എൻ്റെ എത്തുന്നത് വരെ അത് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആദ്യം ഞാനൊരു ലൈൻ വരച്ചു. അതിൻ്റെ മുക്കാൽ ഭാഗത്ത്, അതായത് മോർ ദാൻ ഹാഫ്, ഒരു 3/4 നിന്ന് അടുത്ത ലൈൻ വരച്ചു. വീണ്ടും 3/4 കൊണ്ട് ജോയിൻ ചെയ്തു. അടുത്ത താഴേക്ക് വന്നു. 3/4 ജോയിൻ ചെയ്തു താഴേക്ക്. എല്ലാം 3/4 നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മണ്ഡല. ദിസ് ഇസ് ഫുൾ സർക്കിളോ ഹാഫ് സർക്കിളോ അല്ല, കുറച്ചൊരു മിക്സഡ് മീഡിയത്തിൽ വരുന്ന ഒരു മണ്ഡല ആർട്ട് ഫോമാണ്. ഇതിൽ പിന്നെ നമുക്ക് ഈ അറ്റത്തെ ലൈൻസൊക്കെ കളയാട്ടോ. ഞാൻ കളഞ്ഞു കഴിയുമ്പോൾ ദിസ് വിൽ ലുക്ക് വെരി പ്രിറ്റി. ഒരു ഡിഫറെൻറ്റ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിപ്പോയിട്ട് ഒരു വിരിയൽ വരുന്നത് പോലെ ഉള്ളൊരു പാറ്റേണാണ്.